ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിലായ ബോബിയെ ജയിലിലേക്ക് മാറ്റുന്നതിനിടെ അതിക്രമം കാണിച്ചവർക്കെതിരെ നടപടിക്കൊരുങ്ങി പോലീസ്. അതിക്രമത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പൽ SI KCP നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്നതിനിടെ ബോബിയുടെ കൂട്ടാളികൾ പോലീസ് വാഹനം തല്ലി തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, ഇന്നലെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂരും ഒപ്പം ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്ന ആളുകളും ജാമ്യം ലഭിക്കും എന്നുള്ളതിൽ. അത് നടക്കാതായപ്പോൾ പിന്നീടുണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എത്തരത്തിലാണ് ഇവർക്കെതിരെ നടപടിയിലേക്ക് പോകാനുള്ള തീരുമാനം? എത്തരത്തിലാവും നടപടികൾ? അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ കൂട്ടാളികൾ എന്ന അവകാശപ്പെടുന്ന 10ഓളം ആളുകളായിരുന്നു ഇന്നലെ അതിക്രമം ആശുപത്രിയിൽ അഴിച്ചുവിട്ടത്. മാത്രമല്ല പോലീസ് ജീപ്പ് തല്ലി തകർക്കാനുള്ള ഒരു നീക്കവും ഇവർ നടത്തിയിരുന്നു. എന്തായാലും ആ സമയത്ത് പോലീസ് ഇവരെ പിടിച്ചു മാറ്റി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലെത്തിച്ചെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം 10ഓളം ആളുകൾ ചേർന്നുകൊണ്ട് പോലീസ് തകർക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ആശുപത്രിയിലെ ചില നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതരുടെ മൊഴിയും കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. പരാതി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കേസെടുക്കാനാണ്, അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളത്തെ സെൻട്രൽ സ്റ്റേഷൻ പ്രിൻസിപ്പൽ SIക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേണ്ടി വരും. മാത്രമല്ല ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്ന പോലീസുകാരോട് അവരുടെ മൊഴിയും രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് കേസെടുക്കുകയാണെങ്കിൽ അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ കൂട്ടാളികൾക്കെതിരെ പോലീസ് കേസെടുക്കുക. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.